ഹലോ, നമ്മളെ സെക്കൻഡ് സെമ്മിലുള്ള പേപ്പറല്ലേ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്നുള്ളത്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കണം. എന്നാലത് ആ പേപ്പറിലെ മുഴുവൻ ചാപ്റ്റേഴ്സും പഠിക്കുക എന്നുള്ള എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മൾ മൊത്തത്തിൽ കാണാതെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് പറയാൻ പോകുന്നത്, ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ വായിച്ച് പഠിച്ച് വെക്കണം എന്നല്ല, കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെപ്പോഴും ഈ ചാപ്റ്ററിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലെപ്പോഴും വേണം ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ. നമുക്കറിയാം, സാധാരണ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ്സിനെ നമ്മൾ എന്തെന്ന് പറയുക, കറൻറ്റ് എന്ന് പറയുക. പൊതുവെ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ പുതിയൊരു കൺസെപ്റ്റ് കൂടെ വരും, ഹോൾ എന്നുള്ളത്. എന്തായാലും ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ എന്ത് വേണം, ഒരു മീഡിയം വേണം. സോ പൊതുവേ നമ്മൾ കണ്ടക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റൽസൊക്കെ എന്താണ്, അതിലൂടെയൊക്കെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാകുമ്പോഴാണ് കറണ്ട് ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു മീഡിയം വേണം. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാനുള്ള മീഡിയമായിട്ട് നമ്മൾ വാക്വം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മീഡിയമായിട്ട് കൺസിഡർ ചെയ്യാം. ഗ്യാസ് എന്ത് ചെയ്യാം, ഒരു മീഡിയമായിട്ട് കൺസിഡർ ചെയ്യാം. സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന് എന്ത് ചെയ്യാം, ഒരു മീഡിയമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ കണ്ടക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കറൻറ്റ് ത്രൂ വാക്വം, ഗ്യാസ് ഓർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ, അതിനെ നമ്മൾ എന്തെന്ന് പറയുക, ഇലക്ട്രോണിക്സ് എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രോണിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോണിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ദാറ്റ് ഡീൽസ് വിത്ത് ദ കണ്ടക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കറൻറ്റ് ത്രൂ വാക്വം, ഗ്യാസ് ഓർ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ്? ഇലക്ട്രോണിക്സ് ഈസ് എസെൻഷ്യൽ ഇൻ ഇൻഡസ്ട്രി, അതായത് നമ്മുടെ ഏത് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇലക്ട്രോണിക്സിൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. കമ്മ്യൂണിക്കേഷനിൽ, മെഡിസിനിൽ, കമ്പ്യൂട്ടിങ്ങിൽ, നമ്മളെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ, ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഈ മൊബൈൽ പോലും എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചുകൾ, ഡിജിറ്റൽ വാച്ചുകൾ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മറ്റ് ഡിവൈസുകൾ എല്ലാം എന്താണ്, കുഞ്ഞു കുട്ടികളുടെ ടോയ്സ് വരെ എന്താണ്, ഇലക്ട്രോണിക്സിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഇലക്ട്രോണിക്സിലെ മെയിൻ പർപ്പസ്? ഒന്നാമത്തെ പർപ്പസാണ് റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ AC സിഗ്നലിനെ എന്താക്കി മാറ്റുക, DC ആക്കി മാറ്റുക എന്നുള്ളതാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുക. റെക്ടിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്ത്, ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ, ആ റെക്ടിഫിക്കേഷന് താഴെയുള്ള ഫിഗറിൽ കാണാൻ പറ്റും. ഫസ്റ്റ് കാണുന്നത് എന്താണ്, ഒരു AC സിഗ്നലാണ്. ആ AC സിഗ്നൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസിലൂടെ കടന്നു പോയപ്പോൾ എന്തായിട്ട് മാറി, DC ആയിട്ട് മാറി. പക്ഷേ ഔട്ട്പുട്ടിൽ കാണിച്ചത് പെർഫെക്റ്റ് DC അല്ല, ഒരു പൾസേറ്റിംഗ് DC ആണ്. ശരിക്കും അതിൽ ACൻ്റെ DCൻ്റെയും കമ്പണൻ്റ് ഉണ്ട്. വാട്ടെവർ, നിങ്ങൾക്കറിയാം AC കറണ്ടിൽ എന്തുണ്ടാകും, പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും. പക്ഷേ ഔട്ട്പുട്ടിലുള്ള ഇതിലെന്തില്ല, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, അത് DC ആയിട്ട് മാറി എന്ന് പറയാം. അപ്പോൾ AC DC ആക്കുന്നത് എന്താണ്, സെമി കണ്ടക്ടറുകളാണ്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഡയോഡുകളാണ്. സോ ഡയോഡിനെ നമുക്ക് എന്തിനു ഉപയോഗിക്കാം, AC DC ആക്കി മാറ്റാൻ ഉപയോഗിക്കാം. ഈ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയുക, റെക്ടിഫിക്കേഷൻ എന്ന് പറയാം. അത് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. രണ്ടാമത്തത് ആംപ്ലിഫിക്കേഷനാണ്. ഇലക്ട്രോണിക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീക്ക് സിഗ്നലിനെ നമുക്ക് സ്ട്രോങ് സിഗ്നലാക്കി മാറ്റാൻ പറ്റും. സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ പറ്റും. നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, പൊതുവെ കുറവാണ്. രണ്ടാമത്തെ സിഗ്നൽ, ഇലക്ട്രോണിക് ഡിവൈസിലൂടെ ആ സിഗ്നൽ കടന്നു പോയപ്പോൾ എന്തായിട്ട് മാറി, സിഗ്നൽ ആംപ്ലിഫൈ ചെയ്തു, ആംപ്ലിറ്റ്യൂഡ് കൂടി. സാധാരണ നമ്മൾ ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കുക എന്താണ്, ട്രാൻസിസ്റ്ററുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്താണെന്നും ആംപ്ലിഫിക്കേഷൻ എന്താണെന്നുള്ള മനസ്സിലായില്ല, ആ ഫിഗറിൽ തന്നെയുണ്ട്. ഇനി എന്താണ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോണിക് ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം. നമുക്ക് മോട്ടറിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനൊക്കെ എന്ത് ഉപയോഗിക്കാം, ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കാം. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് റെഫ്രിജറേറ്ററിലൊക്കെയാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണെന്ത്, ഓസിലേഷൻ അല്ലെങ്കിൽ ജനറേഷൻ എന്ന് പറയുന്നത്. DCയെ AC ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയാം, ഓസിലേറ്റർ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെ നമ്മൾ എന്തെന്ന് പറയാം, ഓസിലേറ്റർ എന്ന് പറയാം. സോ ഇലക്ട്രോണിക്സ് ക്യാൻ കൺവേർട്ട് DC ഇൻറ്റു AC ഓഫ് റിക്കേർഡ് ഫ്രീക്വൻസി യൂസിങ് ഓസിലേറ്റേഴ്സ്. നിങ്ങൾ നോക്ക്, ഇതിൽ കാണുന്നത് പെർഫെക്റ്റ് DC ആണ് കേട്ടോ. ഇതിലെ ഇൻപുട്ടായിട്ട് ആ ലൈന് കാണിക്കുന്നില്ലേ, സിംഗിൾ ലൈന്, അത് പെർഫെക്റ്റ് DC ആണ്. നേരത്തെ എന്തായിരുന്നു, പൾസേറ്റിംഗ് DC ആയിരുന്നു. നേരത്തെ നമ്മൾ ഫസ്റ്റ് റെക്ടിഫിക്കേഷനിൽ കാണിച്ച സമയത്തുള്ള ഔട്ട്പുട്ടിൽ ACയും DCയും ഉണ്ട്. പക്ഷേ ഇതൊരു പെർഫെക്റ്റ് DC ആണ്. ഈ പെർഫെക്റ്റ് DCനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, AC ആക്കി മാറ്റാൻ പറ്റും. നിങ്ങൾ കണ്ടില്ല, ആ ഇലക്ട്രോണിക് ഡിവൈസിലൂടെ കടന്നു പോയപ്പോൾ അതെന്തായിട്ട് മാറി, AC ആയിട്ട് മാറി. ACക്ക് എന്തുണ്ടാവും, AC ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ഉള്ള പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിളുള്ളതിന് നമ്മൾ എന്തെന്ന് പറയാം, AC എന്ന് പറയാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റിനെ, ഇലക്ട്രോണിക്സിൽ നമുക്ക് ലൈറ്റിനെ എന്താക്കി മാറ്റും, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാൻ പറ്റും. എക്സാമ്പിളാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ എന്താ സംഭവിക്കുക, ലൈറ്റ് എനർജി എന്തായിട്ട് മാറും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. പിന്നെ ഒന്ന് വരുന്നത്
ഇലക്ട്രിസിറ്റി ഇൻറ്റു ലൈറ്റാണ്. നമുക്ക് ഇലക്ട്രിസിറ്റിയെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ലൈറ്റാക്കി മാറ്റാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള LED ഇല്ലേ, LED നമ്മളെന്താ ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലൈറ്റ് എമിറ്റ് ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള TVൻ്റെ ഡിസ്പ്ലേ, അതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. ഇലക്ട്രിസിറ്റി ഇൻറ്റു ലൈറ്റാണ്. ഓക്കെ, ലൈറ്റ് ഇൻറ്റു ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അതിന് എക്സാമ്പിളാണെന്ത്? നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റൊക്കെ വരുന്നത്. ഇപ്പോൾ ലൈറ്റ് സെൻസറുകളായിട്ട് ഉപയോഗിക്കുന്ന ഫോട്ടോ ഡയോഡുകളൊക്കെ എന്താണ്? അതിന് ഈ ലൈറ്റ് ഇൻറ്റു ഇലക്ട്രിസിറ്റിക്ക് ഒരു എക്സാമ്പിളാണ്. ഇതിപ്പോൾ ഈ ഇലക്ട്രോണിക്സ് നമുക്ക് ഈ പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. മെയിൻലി 6 പർപ്പസ് എന്തൊക്കെയാണ്? ഒന്ന് റെക്ടിഫിക്കേഷൻ, രണ്ടാമത്തെ എന്താണ്? ആംപ്ലിഫിക്കേഷൻ, മൂന്നാമത്തെ എന്താണ്? കൺട്രോൾ, നാലാമത്തെ എന്താണ്? ജനറേഷൻ, അഞ്ചാമത്തേത് കൺവേർഷൻ ഓഫ് ലൈറ്റ് ഇൻറ്റു ഇലക്ട്രിസിറ്റി, ആറാമത്തെ എന്താണ്? കൺവേർഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻറ്റു ലൈറ്റ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഒന്നും കൂടെ പറയാം. റെക്ടിഫിക്കേഷൻ എന്താണ്? AC DC മാറ്റുക. ആംപ്ലിഫിക്കേഷൻ എന്താണ്? വീക്ക് സിഗ്നലിനെ ഹയർ സിഗ്നലിലേക്ക് മാറ്റുക. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൺട്രോൾ, വോൾട്ടേജും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. ജനറേഷൻ എന്ന് പറഞ്ഞാൽ, ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? DCയെ AC ആക്കി മാറ്റുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈറ്റിനെ എന്താക്കി മാറ്റാൻ പറ്റും? ഇലക്ട്രിസിറ്റി ഒക്കെ മാറ്റാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പിന്നെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഇലക്ട്രിസിറ്റിയെ എന്താക്കി മാറ്റും? ലൈറ്റ് ആക്കിയിട്ടും മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അറ്റോമിക് സ്ട്രക്ചറിലേക്കാണ്. അക്കോർഡിംഗ് ടു മോഡേൺ തിയറി, മാറ്റർ ഈസ് ഇലക്ട്രിക്കൽ ഇൻ നാച്ചുർ. നമ്മൾ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും എന്താണ്? നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കലാണ്, നാച്ചുറലി ന്യൂട്രലാണെന്ന് പറയാം. മാറ്റർ ഈസ് ഇലക്ട്രിക്കൽ ഇൻ നാച്ചുർ. വസ്തുക്കളെല്ലാം എന്താണ്? പെട്ടെന്ന് തൊട്ട് ഞങ്ങൾ ഷോക്കൊന്നും അടിക്കില്ലല്ലോ. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, എല്ലാ മെറ്റീരിയൽസും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഓൾ മെറ്റീരിയൽസ് ആർ മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കോൾ ദി ആറ്റംസ്. സോ വിച്ച് ആർ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. മാറ്റർ ഉണ്ടാക്കിയത് ആറ്റം കൊണ്ടാണ്. ആറ്റത്തിൽ എന്തുണ്ട്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ഉണ്ടെന്നും പ്രോട്ടോൺ ഉണ്ടെന്നൊക്കെ, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ആറ്റവും എന്താണ്? ബേസിക്കലി ന്യൂട്രലാണ്. ആ ആറ്റം കൊണ്ടുണ്ടാക്കിയ മാറ്റേഴ്സും എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക? ഈ കാണുന്ന ഒരു കാർബൺ ആറ്റമാണ്. കാർബൺ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. സെൻട്രൽ ന്യൂക്ലിയസ്, പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ സറൗണ്ടിങ് ആയിട്ടുള്ള ആ പാത്തിൽ, അതിനെ നമ്മൾ ഓർബിറ്റ് എന്ന് പറയും കേട്ടോ. ഓർബിറ്റിൽ എന്തുണ്ട്? നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസും ഉണ്ട്. മനസ്സിലായോ? ഇലക്ട്രോൺസ് എവിടെയുള്ളത്? ഓർബിറ്റിലാണ്. ഓർബിറ്റുകൾക്കിടയിൽ എന്തില്ല? ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ ഓരോ ഇലക്ട്രോൺസും എവിടെ ഉണ്ടാവുക? നിശ്ചിതമായ ഒരു പാത്തിലായിരിക്കും. ആ പാത്തിനെ നമ്മൾ എന്തെന്ന് പറയാം? ഓർബിറ്റ് എന്ന് പറയാം. ഇനി ന്യൂക്ലിയസിലേക്ക് നോക്കിയേ. ന്യൂക്ലിയസിനുള്ളിൽ നിങ്ങൾക്ക് രണ്ടാളെ കാണാൻ പറ്റും. അവിടെ ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ്? ന്യൂട്രലാണ്. ദർ ഈസ് നോ ചാർജ്. സോ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടും പിന്നെ ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്തത് കൊണ്ടും ന്യൂക്ലിയസിൻ്റെ മൊത്തം ടോട്ടൽ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് തന്നെ ആയിരിക്കും. കാരണം ന്യൂക്ലിയസിനുള്ള ആരൊക്കെ ഉള്ളത്? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ന്യൂട്രൽ ചാർജുള്ള ന്യൂട്രോൺസും ആണുള്ളത്. ന്യൂട്രോൺസിന് ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്തായിരിക്കും? പ്രോട്ടോണിൻ്റെ ചാർജ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി ഒരു ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തെ നമ്മൾ എന്തെന്ന് പറയുക? അറ്റോമിക് മാസ് എന്ന് പറയുക. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോണിനെ നമ്മൾ എന്തെന്ന് പറയുക? അറ്റോമിക് മാസ് എന്ന് പറയുക. ഈ നമ്പർ ഓഫ് പ്രോട്ടോണിനെ നമ്മൾ എന്തെന്ന് പറയുക? അറ്റോമിക് നമ്പർ എന്നും പറയുന്നത് കേട്ടോ. സോ ഇനി വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിനേക്കാൾ ന്യൂട്രോണിനേക്കാൾ എന്തായിരിക്കും? നല്ല കുറവ് ആയിരിക്കും കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. ഇലക്ട്രോൺസിൻ്റെ മാസാണ് വെരി ലെസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ എക്സ്ട്രാ ന്യൂക്ലിയർ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂക്ലിയസിന് ചുറ്റുള്ള സറൗണ്ടിങ്സിലുള്ള ഓർബിറ്റിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് ഉള്ള ഈ ഓർബിറ്റുകളുള്ള ഈ റീജിയനെ നമ്മൾ എന്തെന്ന് പറയുക? എക്സ്ട്രാ ന്യൂക്ലിയർ റീജിയൻ എന്ന് പറയാം. സോ ദിസ് ഈസ് ദ ഔട്ടർ പാർട്ട് ഓഫ് ദി ആറ്റം കണ്ടെയ്നിങ് ഇലക്ട്രോൺസ്. അതായത് ആറ്റത്തിൻ്റെ പുറമേയുള്ള ഭാഗം, ഇലക്ട്രോൺസ് ഉള്ള ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുക? എക്സ്ട്രാ ന്യൂക്ലിയർ റീജിയൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസിൻ്റെ പ്രത്യേകത എന്താ? ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ നമ്മളൊരു ന്യൂട്രൽ ആറ്റത്തിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ക്ലോറിൻ എന്താണ്? ഒരു ന്യൂട്രൽ ആറ്റമാണ്. പക്ഷേ ക്ലോറിൻ പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ചാർജ്ഡ് അയോൺസ് ആയിട്ട് മാറി. അപ്പോൾ നമ്മളൊരു ന്യൂട്രൽ ആറ്റത്തെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സോഡിയം എന്താണ്? ന്യൂട്രലാണ്. സോഡിയം പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? അത് അയോൺസ് ആയിട്ട് മാറി. അപ്പോൾ സോഡിയം ക്ലോറിൻ പോലെയുള്ള ന്യൂട്രൽ ആറ്റത്തിൽ എന്താ സംഭവിക്കുക? അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്നത്, ആ സമയത്ത് അതിലെ നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെയും നമ്പർ ഓഫ് ന്യൂട്രോണിൻ്റെയും എണ്ണം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ,
സോ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം. എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ എ ന്യൂട്രൽ ആറ്റം. ന്യൂട്രോൺ അല്ല കേട്ടോ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എപ്പോഴും നിങ്ങൾ മെൻഷൻ ചെയ്യണം. ന്യൂട്രൽ ആറ്റത്തിലെ ഈ എണ്ണങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? ന്യൂട്രൽ ആറ്റത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ? നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു അറ്റോമിക് നമ്പർ എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് എന്ത് പറയണം? ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് നമ്മൾ എന്തെന്ന് പറയുക? അറ്റോമിക് നമ്പർ എന്ന് പറയുക. ഓക്കെ. ഇനി ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റ്സ്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ ന്യൂക്ലിയസിന് ചുറ്റും ഡിഫറെൻറ്റ് ഓർബിറ്റ്സിൽ എന്ത് ചെയ്യുന്നു? കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദി അറേഞ്ച്മെൻറ്റ് ഫോളോസ് ദീസ് റൂൾസ്. ഇങ്ങനെ ഫസ്റ്റ് ഓർബിറ്റിൽ എത്ര ആറ്റം ഉണ്ടാവുക? വെൻ n ഈക്വൽ ടു ഓർബിറ്റ് നമ്പർ. ഇപ്പോൾ n എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓർബിറ്റ്. n എന്ന് പറഞ്ഞാൽ ഓർബിറ്റിൻ്റെ എണ്ണമാണ്. ഒന്നാമത്തെ ഓർബിറ്റ്, രണ്ടാമത്തെ ഓർബിറ്റ്, മൂന്നാമത്തെ ഓർബിറ്റ്, നാലാമത്തെ ഓർബിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും? 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. സെക്കൻഡ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 8 ഇലക്ട്രോൺസ്. തേർഡ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും? 18 ഇലക്ട്രോൺസ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? 2n² ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൽ 2 × 1² എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ്. സെക്കൻഡ് ഓർബിറ്റിൽ എത്ര വരിക? 2 × 2² എത്രയാണ്? 8 ഇലക്ട്രോൺസ്. തേർഡ് ഓർബിറ്റിൽ എത്രയാണ്? 2 × 3² ഈക്വൽ ടു പിന്നെ എന്താ വരിക? 3 9 3 2n² അല്ലേ? അപ്പോൾ ഇതിൽ 2 × 1² 2 × 2² ആകുമ്പോൾ 8. 3² എന്ന് പറയുമ്പോഴോ 3 അതിനകത്ത് 9 അല്ലേ? അപ്പോൾ 2 × 9 എത്ര വരിക? 18. അതായത് ഫസ്റ്റ് ഓർബിറ്റിൽ 2, രണ്ടാമത്തെ ഓർബിറ്റിൽ എത്ര? 8, മൂന്നാമത്തെ ഓർബിറ്റിൽ 18. ഇനി ഒരു ആറ്റത്തിലെ അതിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഏറ്റവും പുറമേയുള്ള ഓർബിറ്റില്ലേ, അതിലൊരിക്കലും എന്തുണ്ടാവില്ല? 8നേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാകാൻ കഴിയൂല. ഇനി അതിന് തൊട്ട് താഴെയുള്ള സെക്കൻഡ് ലാസ്റ്റ് ഓർബിറ്റിലും എന്തുണ്ടാകാൻ പാടില്ല? 18 ഇലക്ട്രോൺസിനേക്കാളും കൂടുതൽ ഉണ്ടാവുകയില്ല. സോ നാലാമത്തെ ഓർബിറ്റിലാണെങ്കിൽ എന്താ വരിക? 2 × 4² അല്ലേ വരിക? ഇപ്പോൾ 2 × 4² എന്ന് പറയുമ്പോൾ 4 × 4 16, 2 × 16 32 ഇലക്ട്രോൺസ് ഉണ്ടാവുക. പക്ഷേ നിങ്ങളൊരു ആറ്റത്തിന് നമ്മൾ ജനറലി കൺസിഡർ ചെയ്യുമ്പോൾ അതിന് എത്ര പിന്നെ അറ്റോമിക് നമ്പർ എത്രയാണെങ്കിലും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഓർബിറ്റിൽ എന്തുണ്ടാകാൻ പാടില്ല? 8നേക്കാൾ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാകില്ല. രണ്ടാമത്തെ സംഗതി, അതിന് തൊട്ട് താഴെയുള്ള ഓർബിറ്റിൽ എന്തുണ്ടാകാൻ പാടില്ല? 18 ഇലക്ട്രോൺസിലധികവും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അതിന് താഴെയുള്ള ഒരു പക്ഷേ 32 ഉണ്ടാവാം. പക്ഷേ ഏറ്റവും അവസാനത്തേൽ 8ഉം അതിന് തൊട്ട് താഴെയുള്ള എത്ര ഉണ്ടാവുള്ളൂ? 18 എണ്ണവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. നമ്മളിനി വീണ്ടും ഒരു എലമെൻസിൻ്റെ സ്ട്രക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ എലമെൻസും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. ഓൾ എലമെൻറ്റ്സ് ആർ മേഡപ്പ് ഓഫ് എന്താണ്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എലമെൻറ്റ്സ് ഈസ് ഡ്യൂ ടു ദ നമ്പർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഇൻ ദെയർ ആറ്റംസ്. സോ ഓരോ എലമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഈ പാർട്ടിക്കിൾ എങ്ങനെയാണ് അതിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസം, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ള വ്യത്യാസമൊക്കെയാണ് ഓരോ പാർട്ടിക്കിളും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം. സോ നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂട്രൽ ആറ്റം. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തിൻ്റെ സമ്മിന് നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുക. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോണിനെ നമുക്ക് എങ്ങനെ കാണാം? അറ്റോമിക് മാസ് മൈനസ് എന്താണ്? പ്രോട്ടോൺ. A-Z. എ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് മാസ്. അറ്റോമിക് മാസിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു കോപ്പർ, ഒരു പ്യുവർ എന്താണ് കണ്ടക്ടറാണ് അല്ലേ? കോപ്പർ നോക്കി നിങ്ങൾ. കോപ്പറിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? കോപ്പറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 64 ആണ്. അതിലെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 29 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 29 ആയതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണം എത്ര വരിക? 29. ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്ര വരും? ന്യൂട്രൽ കോപ്പർ ആണെങ്കിൽ 29. ഇനി അവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഈ അറ്റോമിക് മാസിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറയ്ക്കുന്നതാണ്. അതായത് 64 - 29 = 35. ഇനി അതിൻ്റെ ഇലക്ട്രോൺ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 2 8 18 1. 2 8 18 1. ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പ്ലേസ് എ മേജർ റോൾ ഇൻ കോപ്പേഴ്സ് കണ്ടക്ടിവിറ്റി. നിങ്ങൾ നോക്ക്, ഔട്ടർ മോസ്റ്റിലൊരു ഇലക്ട്രോൺ ഉണ്ടല്ലേ അല്ലേ? ഇതിൽ ഫസ്റ്റ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസ്, രണ്ടാമത്തിൽ എത്ര ഉള്ളത്? രണ്ടാമത്തേൽ 8,
മൂന്നാമത്തേതിൽ 18, നാലാമത്തേതിൽ എത്രയാണ് 1. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 29 കിട്ടും. പക്ഷേ അവസാനത്തേതിൽ എന്തുണ്ട്, ഒരു ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. ഈ ഇലക്ട്രോൺസ് പൊതുവെ എന്തായിരിക്കും, ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ, ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്, പോസിറ്റീവ്. അപ്പോൾ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഉണ്ടാവുമെങ്കിലും അതെന്തായിരിക്കും, ഭയങ്കര വീക്കായിരിക്കും. ഈ ഇലക്ട്രോൺസ് നമ്മൾ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. അതാണ് കോപ്പർ ഹൈലി കണ്ടക്റ്റീവ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ന്യൂക്ലിയസുമായിട്ടുള്ള ബന്ധം കുറവായതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലെ ബേസിക് ആയിട്ടുള്ള സെമി കണ്ടക്ടറിലെ ബേസിക്സ് ആരാണ്. അടിസ്ഥാനപരമായി നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്, പ്രോട്ടോണോ ന്യൂട്രോണോ അല്ല, പകരം എന്താണ്, ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പ്ലേസ് എ മേജർ റോൾ ഇൻ കോപ്പേഴ്സ് കണ്ടക്ടിവിറ്റി. ഇനി എന്തൊക്കെയാണ് ഒരു ഇലക്ട്രോണിൻ്റെ പ്രത്യേകതകൾ. ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ് വിത്ത് വെരി സ്മോൾ മാസ്. ഇതിൻ്റെ ചാർജ് എത്രയാണ്, 1.602 × 10⁻⁻19. മാസ് എന്ന് പറയുന്നത് എത്രയാണ്, 9 × 10⁻31 കിലോഗ്രാം. E/m റേഷ്യോ എന്ന് പറയുന്നത്, ചാർജ് പെർ മാസ് റേഷ്യോ എന്ന് പറയുന്നത് 1.77 × 10⁻11 C/Coulomb/കിലോഗ്രാം. ഓക്കെ, ബിക്കോസ് ഇറ്റ് മാസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ. മാസ് എന്താണ്, വളരെ ചെറുതാണ്. മാസിൽ കണ്ടില്ല, അതായത് 10⁻31 ആണ്, +31 അല്ല കേട്ടോ, 10⁻⁻, അത്രയും ചെറുതാണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും, മാസ് ചെറുതായതുകൊണ്ട് തന്നെ ഹൈലി മൊബൈലാണ്. ഇലക്ട്രോൺസ് ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ പറ്റും. ആൻഡ് ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ഇലക്ട്രോണിക്സ്. സോ ഈ ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജിലെ ഇലക്ട്രോണിക്സിൻ്റെ മാസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ മാസാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം വെയിറ്റ് ഇല്ലാത്ത സാധനത്തിന് അപ്പൂപ്പൻ താടിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പാറി പറക്കാൻ പറ്റില്ല. അതുപോലെ ഇലക്ട്രോൺസിനും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പാറി പറന്ന് നടക്കാൻ പറ്റും. പാറി പറന്ന് നടക്കുന്നതോടൊപ്പം തന്നെ അത് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിലേക്കോ വന്നു കഴിഞ്ഞാൽ പറ്റും, വേഗം അത് ഇൻഫ്ലുവൻസ് ആവുകയും ചെയ്യും. ഓക്കെ, അതിൻ്റെ പാത്തിലും മൂവ്മെൻറ്റിലൊക്കെ എന്ത് വരും, നമുക്കൊരു ഡയറക്ഷൻ കൊണ്ടുവരാനൊക്കെ പറ്റും. ഇതാണ് ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി ആൻ ഇലക്ട്രോൺ റിവോൾവിങ് അറൗണ്ട് ദി ന്യൂക്ലിയസ്. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെന്തുണ്ടാകും, കൈനറ്റിക് എനർജിയും ഉണ്ടാകും, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാകും. സോ ഇലക്ട്രോൺസിന് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, ഈ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ മോഷൻ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ മൂലം. സോ നമ്മൾ ഈ ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങനെ ഹയർ ഓർബിറ്റിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്ത് കൂടും, എനർജി കൂടുകയും ചെയ്യും അല്ലേ. ഔട്ടർ മോസ്റ്റിൽ എന്ത് ചെയ്യും, കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും, കൂടുതൽ സ്പീഡിൽ എന്ത് ചെയ്യേണ്ടി വരും, സഞ്ചരിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ചാർജിൽ വരുന്ന ഇംബാലൻസ് കൊണ്ട് തന്നെ നമ്മൾ ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹയർ ഓർബിറ്റ്സിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും, എനർജി കൂടിക്കൂടി വരും. Thus the outer shell electrons have higher energy than the inner shell electrons. അതായത് ഏറ്റവും ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജിയാണ് എന്ത്, ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോൺസിനേക്കാളും കൂടുതലായിട്ട് അവർക്കാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഔട്ടർ ഇലക്ട്രോൺസ് ആണ് എന്ത്, പൊതുവെ ഇലക്ട്രിക്കൽ ബിഹേവിയർ നിശ്ചയിക്കുന്നത്. നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ആ ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള ഓർബിറ്റില്ലേ, അവിടെ ഇലക്ട്രോൺ എന്താ ഉണ്ടാവുക, ലോവസ്റ്റ് എനർജിയാണ് ഉണ്ടാവുക. ഓക്കെ, അവിടെ കാണാൻ പറ്റും 1, 2, 3, 6 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലെ ഏറ്റവും ഹയസ്റ്റ് എനർജി ഉള്ളത് ഈ ഫിഗറിൽ എന്താണ്, 6ാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിനാണ് എന്ത്, ഹയസ്റ്റ് എനർജി ഉള്ളത്. 1ാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിനാണ് എന്തുള്ളത്, ലോവസ്റ്റ് എനർജി ഉള്ളത്. ക്ലിയർ ആയില്ലേ. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോൺസിനേക്കാളും എത്രയോ എനർജി കൂടുതലായിരിക്കും എന്ത്, ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഇനി എന്താണ് വാലൻസ് ഇലക്ട്രോൺ? വാലൻസ് ഇലക്ട്രോൺ ആർ ദി ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. ഏറ്റവും ഔട്ടറിലുള്ള ഏറ്റവും അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസ്, അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ എന്തെന്ന് പറയുക, വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുക. അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ എന്തെന്ന് പറയും, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയും. ഈ വാലൻസ് ഇലക്ട്രോണാണ് ഇനി ആ വാലൻസ് ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് വരെയാകാം,
മാക്സിമം 8 വരെ എന്ത് ചെയ്യുള്ളൂ പാടുള്ളൂ. ഇതിനെ നമ്മൾ എന്താ പറയുക, ഒക്ടറ്റ് റൂൾ എന്ന് പറയാം. സോ ഈ വാലൻസ് ഇലക്ട്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെമിക്കൽ പ്രോപ്പർട്ടിയും ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും നോക്കിയേ. ഇപ്പോൾ സോഡിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്. സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ് ഉള്ളത്? 1. പിന്നെ മഗ്നീഷ്യം ആണെങ്കിലോ 2, അലൂമിനിയം ആണെങ്കിലോ 1, 2, 3. ഇനി നൈട്രജൻ നിങ്ങൾ നോക്കിയേ, നൈട്രജനിൽ എത്രയുള്ളത്? 1, 2, 3, 4, 5. 1, 2, 3, 4, 5, 6. സൾഫറിൽ നിയോണിലാണെങ്കിലോ 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? ഒന്നിൽ. ഇനി ഏറ്റവും അവസാനം വരുന്ന കാർബണും സിലിക്കണും ജർമേനിയം ഒക്കെ എത്രയാണ്? കാർബണിൽ 4, സിലിക്കണിലും 4, ജർമേനിയത്തിലും 4. അപ്പോൾ ഈ 3 റോയിലുള്ള ആറ്റംസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ 4ൽ കൂടുതലാണ്, അല്ല ഫസ്റ്റത്തേൽ 4ൽ കുറവാണ്, രണ്ടാമത്തേൽ എന്താണ് 4ൽ കൂടുതലാണ്, മൂന്നാമത്തെ എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 എണ്ണമാണ്. അപ്പോൾ നമ്മൾ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം അനുസരിച്ച് <4 ആണെങ്കിൽ ആ മെറ്റീരിയൽസ് എല്ലാം പൊതുവേ എന്തായിരിക്കും, കണ്ടക്ടർ ആയിരിക്കും. വാലൻസ് ഇലക്ട്രോണ് <4 ആണെങ്കിൽ അതെന്തായിരിക്കും, കണ്ടക്ടർ മെറ്റീരിയൽ ആയിരിക്കും. 4ൽ കൂടുതലാണെങ്കിൽ (4) ആണെങ്കിൽ അതെന്തായിരിക്കും, ഇൻസുലേറ്റർ ആയിരിക്കും, നോൺ മെറ്റൽ ആയിരിക്കും. എക്സാക്ട്ലി ഈക്വൽ ടു 4 ആണെങ്കിൽ അതെന്തായിരിക്കും, സെമി കണ്ടക്ടർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫിഗർ വെച്ചിട്ട് കാർബണും സിലിക്കണും ജർമേനിയം ഒക്കെ എന്താണ്, സെമി കണ്ടക്ടറാണ്. പിന്നെ നൈട്രജനും നിയോണും സൾഫറൊക്കെ എന്താണ്, ഇൻസുലേറ്ററാണ്. ദെൻ സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം ഒക്കെ എന്താണ്, കണ്ടക്ടറാണ്. അപ്പോൾ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് ഒരു മെറ്റീരിയൽ നമ്മൾ എന്ത് തീരുമാനിക്കുക, സെമി കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ, കണ്ടക്ടർ ആണോ എന്ന് തീരുമാനിക്കുക. ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടാണ് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്താണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാലൻസ് ഇലക്ട്രോൺസ് വിത്ത് ഹൈ എനർജി ആൻഡ് വീക്ക് അട്രാക്ഷൻ ടു ന്യൂക്ലിയസ് ആർ കോൾഡ് ദി ഫ്രീ ഇലക്ട്രോൺസ്. നല്ല എനർജിയിലുള്ള വാലൻസ് ഇലക്ട്രോൺ വിത്ത് ഹൈ എനർജി ആൻഡ് വീക്ക് അട്രാക്ഷൻ ടു ദി ന്യൂക്ലിയസ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാകുന്ന ഈ ഇലക്ട്രോൺസ്, അതിൻ്റെ എനർജി എന്തായിരിക്കും, ഹൈ എനർജി ആയിരിക്കും. പ്ലസ് ന്യൂക്ലിയസുമായിട്ട് എന്താണ് അത്രയും ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ വീക്കായിട്ടുള്ള ഒരു അട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരം ഇലക്ട്രോൺസിനെ നമ്മൾ എന്തെന്ന് പറയുക, ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുക. ഇപ്പോൾ നിങ്ങൾ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാകും, ഇപ്പോൾ കോപ്പറിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ, കോപ്പറിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നുണ്ടാകും ഒരുപാട് കോപ്പർ ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഫ്ലോ ഓഫ് ചാർജസ് എന്താണ്, സ്മൂത്താണ്. അപ്പോൾ നല്ല കറണ്ട് ഫ്ലോ ഉണ്ടാകും എന്തിലൂടെ, കണ്ടക്ടറിലൂടെ. ഇൻസുലേറ്റർ ആണെങ്കിലോ അവിടെ എന്തില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ടില്ല, കറണ്ട് ഫ്ലോയും ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ എന്താണ്, അവിടെ കുറച്ച് റൂം ടെമ്പറേച്ചറിൽ എന്തുണ്ടാകും, കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകും. സെമി കണ്ടക്ടറിൽ കോവാലൻ്റ് ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്താണ്ട് അപ്പോൾ അവിടെ നിന്നുണ്ടാകും ഒരു ലിമിറ്റഡ് കണ്ടക്ഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, കണ്ടക്ടേഴ്സ് എന്താണ്, ഗുഡ് കറണ്ട് ഫ്ലോ ഉണ്ടാവും അതിലൂടെ. ഇൻസുലേറ്റേഴ്സിൽ ഉണ്ടാവില്ല, പ്രാക്ടിക്കലി നോ കറണ്ട് ഫ്ലോ തന്നെ എന്ന് പറയാം. സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്താകും, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ടിൻ്റെ കണ്ടക്ഷൻ എന്തിലുണ്ടാകും, സെമി കണ്ടക്ടേഴ്സിൽ ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് ആ കറണ്ട് മൂവ്സ് ത്രൂ ദ മെറ്റീരിയൽസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. അവിടെ കോപ്പർ ആറ്റം ഉണ്ട്. ആ ഒരു സർക്കിളിൽ കാണിച്ചുള്ളത് എന്താണ്, കോപ്പർ ആറ്റം ആണ്. ഇനി ആരോട്ട് കാണിച്ചുള്ളത് എന്താണ്, ഇലക്ട്രോൺസ് ആണ്. സോ ഫസ്റ്റ് കേസിൽ അവിടെ ചാർജിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. കാര്യമായിട്ട് ഇലക്ട്രോൺസ് റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞോട്ട് മൂവ് ചെയ്യല്ലേ. ഇനി എപ്പോഴാണ് അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുക, ചാർജ് എല്ലാം എന്ത് ചെയ്യണം, ഇലക്ട്രോൺസ് എല്ലാം ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഫിഗർ. അവിടെ എന്തുണ്ട്, കറണ്ട് ഫ്ലോസ് ഉണ്ട്. സോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും, കണ്ടക്ടിവിറ്റി കൂടും. അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ കണ്ടക്ടർ ആണെങ്കിൽ അവിടെ എന്ത് വേണം, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതൽ ആയിരിക്കണം. ഇനി നമ്മൾ ഇലക്ട്രോണിക് പേഴ്സ്പെക്റ്റീവ്സിലേക്ക് ഒന്നും കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിന് എന്തുണ്ട്, അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സോ നമ്മൾ ഒരുപാട് ആറ്റം മോഡലുകളുണ്ട്. പക്ഷേ ഇലക്ട്രോണിക്സിന് നമ്മൾ പൊതുവെ നീൽസ് ബോറിൻ്റെ ബോർസ് മോഡലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യാറ്.
സോ ബോർസിൻ്റെ അറ്റോമിക് മോഡൽ എന്താണ്? അക്കോർഡിംഗ് ടു ബോർ ആൻ ആറ്റം ഹാസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് അറ്റ് ദി സെൻറ്റർ. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സ്ഡ് സർക്കുലർ ഓർബിറ്റ്. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ ഓർബിറ്റിന് ചുറ്റും ഈ സർക്കുലർ ഓർബിറ്റിലൂടെ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഓൺലി സെർട്ടൈൻ പെർമിറ്റഡ് ഓർബിറ്റ്സ് ആർ അലൗഡ്. ഇലക്ട്രോൺസ് കനോട്ട് എക്സിസ്റ്റ് ഇൻ ബിറ്റ്വീൻ ദീസ് ഓർബിറ്റ്സ്. നിങ്ങൾ നോക്കിയേ, ഈ ഓർബിറ്റ്സിൽ മാത്രമേ എന്തുള്ളൂ? ഇലക്ട്രോൺസ് ഉള്ളൂ. രണ്ട് ഓർബിറ്റുകൾക്കിടയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രോൺസിന് പോയി എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. ഇനി ഈച്ച് ഓർബിറ്റ് ഹാസ് എ ഫിക്സ്ഡ് എനർജി ലെവൽ. ഓരോ ഓർബിറ്റിനും എന്തുണ്ട്? ഓരോ എനർജി ഉണ്ട്. സ്വാഭാവികമായിട്ടും അതിലുള്ള ഇലക്ട്രോൺസിനും എന്തായിരിക്കും? ആ ഓർബിറ്റിൻ്റെ എനർജി ആയിരിക്കുമല്ലോ. സോ ലാർജർ ഓർബിറ്റിൽ എന്താണ്? ഹയർ എനർജിയും സ്മോളർ ഓർബിറ്റിൽ എന്താണ്? ലോവർ എനർജിയുമാണ്. ഓക്കെ. സോ സ്വാഭാവികമായിട്ടും ഏറ്റവും അവസാനത്തെ ഓർബിറ്റിനായിരിക്കും എന്തുണ്ടാവുക? ഹയർ എനർജി ഉണ്ടാവുക. ഓക്കെ. ഇനി എന്താണ് ഈ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇഫ് ആൻ ഇലക്ട്രോൺ അബ്സോർബ്സ് എനർജി ഇറ്റ് ജംപ്സ് ടു എ ഹയർ ഓർബിറ്റ്. ഓക്കെ. ഈ ഏതെങ്കിലും ഒരു ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിന് ഒരു എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും? തൊട്ട് മുകളിലുള്ള ഓർബിറ്റിലേക്ക് പോകാൻ പറ്റും. ഈ സ്റ്റേറ്റ് എന്താണ്? ഇതൊരു പെർമനൻറ്റ് സ്റ്റേറ്റ് അല്ല, ഇത് ടെമ്പററി ആണ്. സോ എപ്പോഴാണോ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്ത് താഴെയുള്ളൊരു ഓർബിറ്റിൽ നിന്ന് മുകളിലേക്കുള്ള ഓർബിറ്റിലേക്ക് ഒരു എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് എന്ത് ചെയ്യും? അവർ തിരിച്ച് താഴത്തോട്ട് തന്നെ വരും. ഈ റിലീസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ അബ്സോർബ് ചെയ്ത എനർജിയുടെ അതേ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യും? ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഓക്കെ. ഇനി നിങ്ങൾ ഇതിൻ്റെ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കെ ഷെല്ല്, എൽ ഷെൽ, എം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ സിലിക്കൺ ആറ്റം എടുക്കുകയാണെങ്കിൽ സിലിക്കൺ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 14 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ Z ആണ് കേട്ടോ. Z=14. സോ ഫസ്റ്റ് ഓർബിറ്റിൽ എന്താണ്? കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ. രണ്ടാമത്തേൽ എത്ര വരിക? രണ്ടാമത്തേൽ 8 ആണ് അല്ലേ? മൂന്നാമത്തേൽ എത്രയേ വരുള്ളൂ? 8 2 10 മൂന്നാമത്തേൽ 4 ഇനി ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ 2 8 4 എന്ത്? ഒരു സിലിക്കൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ദീസ് ഷെൽസ് കറസ്പോണ്ട് ടു എ ഫിക്സ്ഡ് എനർജി ലെവൽ. ആൻഡ് ഇലക്ട്രോൺ ക്യാൻ മൂവ് ഫ്രം വൺ ലെവൽ ടു അനദർ ഓൺലി ഇഫ് ദ എക്സാക്ട് റിക്വയർഡ് എനർജി ഈസ് സപ്ലൈഡ്. ഈ രണ്ട് ഷെല്ലുകൾക്കിടയിലുള്ള എനർജി ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രോൺസിന് ഒരു എനർജിയിൽ നിന്ന് തൊട്ട് മുകളിലുള്ള എനർജി ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി ഇൻ ബോർസ് മോഡൽ ഈച്ച് പെർമിറ്റഡ് ഓർബിറ്റ് ഹാസ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് എനർജി. ബോർസ് മോഡൽ നമുക്കറിയാം, ഈച്ച് പെർമിറ്റഡ് ഓർബിറ്റ് ഹാസ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് എനർജി. ഓരോ ഓർബിറ്റിനും എന്തുണ്ട്? ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. ആൻഡ് ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് പോസസ് ദ എനർജി ഓഫ് ദാറ്റ് ഓർബിറ്റ്. സോ ഓരോ ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ആ ഓർബിറ്റിൻ്റെ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും. ഓക്കെ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ലാർജർ ഓർബിറ്റിൻ്റെ പ്രത്യേകത എന്താ? അത് ന്യൂക്ലിയസിൽ എന്തായിരിക്കും? ഗ്രേറ്റർ ഡിസ്റ്റൻസിലായിരിക്കും. സ്വാഭാവികമായിട്ടും ഹയർ എനർജി ആയിരിക്കും. സ്മോളർ ഓർബിറ്റ് ആണെങ്കിൽ ന്യൂക്ലിയസിന് അടുത്തായിരിക്കും. എന്തായിരിക്കും? ലോവർ എനർജിയും ആയിരിക്കും. ദെർഫോർ ഔട്ടർ ഓർബിറ്റ് ഇലക്ട്രോൺസ് ഹാവ് മോർ എനർജി ദാൻ ദി ഇന്നർ ഓർബിറ്റ് ഇലക്ട്രോൺസ്. നിങ്ങൾ ഈ ഫിഗറിൽ നോക്കിയേ, ഇത് എഡ്ജ് ഓഫ് ദി ന്യൂക്ലിയസ്. തൊട്ട് താഴെ ഫസ്റ്റ് എനർജി ലെവലിൽ എന്താണ്? R1 ആണ്. സെക്കൻഡ് എനർജി ലെവൽ എന്താണ്? R2 ആണ്. തേർഡ് എനർജി ലെവൽ എന്താണ്? R3 ആണ്. സോ R3 ഓർബിറ്റിനാണ് എന്തുള്ളത്? ഹയർ എനർജി ഉള്ളത്. ഏറ്റവും കുറവായിരിക്കാണ്? R1 എനർജി ലെവലിനുമാണ്. Therefore, the outer orbit electrons have more energy than the inner orbit electrons. നിങ്ങൾ എനർജി ലെവൽ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ, ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോയിങ് സർക്കുലർ ഓർബിറ്റ്സ് വി ഓഫൻ റെപ്രസെൻറ്റ്സ് എനർജീസ് യൂസിങ് എനർജി ലെവൽ ഡയഗ്രാം. നമ്മൾ ഈ സർക്കുലർ ഓർബിറ്റിന് പകരം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എനർജി ലെവൽ ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കുക. ഫസ്റ്റ് ഓർബിറ്റിൽ ഫസ്റ്റ് എനർജി ലെവൽ, സെക്കൻഡ് ഓർബിറ്റ് എന്താണ്? സെക്കൻഡ് എനർജി ലെവൽ, തേർഡ് ഓർബിറ്റ് എന്താണ്? തേർഡ് എനർജി ലെവൽ. ഈ സർക്കുലർ രൂപത്തിൽ വരച്ച് വെച്ചതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ശരിക്കും അങ്ങനെ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കുലർ പാത്തൊന്നുമല്ല. നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ കൺസെപ്റ്റ് എന്താണ്? ഈസി ആയിട്ടൊന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ സർക്കുലർ ഓർബിറ്റിന് പകരം നമ്മൾ ഈ ഫിഗറിൽ രണ്ടാമത് കാണിച്ചിട്ടുള്ള എനർജി ലെവലുകളായിട്ടാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാറ്. സോ ഈ ഡയഗ്രത്തിൽ എനർജി ഇൻക്രീസ് അപ്പോർഡ് ഹയർ ലെവൽസ് ആർ ഫർദർ ഫ്രം ദി ന്യൂക്ലിയസ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം.
Electrons cannot have arbitrary energy levels. They have exist only specified allowed energy levels. ഇലക്ട്രോൺസ് എവിടെ ഉണ്ടാവുള്ളൂ? ഒന്നുകിൽ ഫസ്റ്റിൽ, അല്ലെങ്കിൽ സെക്കൻഡിൽ, അല്ലെങ്കിൽ തേർഡിൽ, അല്ലെങ്കിൽ ഫോർത്ത്. എവിടെ ഉണ്ടാവില്ല? ഒരിക്കലും ഫസ്റ്റിനും സെക്കൻഡിനും ഇടയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത് തന്നെ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് എനർജിയാണ്. ഒരു ആർബിട്രറി വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല, എനർജീസിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെന്ന് പറയും, ഈ എനർജി എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. ഓക്കെ. ഇനി എനർജി ട്രാൻസിഷൻ. ഇഫ് ആൻ ഇലക്ട്രോൺ അബ്സോർബ്സ് എനർജി ടു മൂവ്സ് ടു ഹയർ എനർജി ലെവൽ വെൻ ഇറ്റ് റിട്ടേൺസ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു എനർജി ലെവലിൽ നിന്ന് മുകളിൽ എനർജി ലെവലിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഒരു എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യണം? ആ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യണം. എപ്പോഴാണോ ആ ഇലക്ട്രോൺ തിരിച്ച് താഴത്തെ എനർജി ലെവലിലേക്ക് തന്നെ പോരുന്നത്, ആ സമയത്ത് നേരത്തെ അബ്സോർബ് ചെയ്ത എനർജി എന്ത് ചെയ്യണം? റിലീസ് ചെയ്യുകയും വേണം. ഓക്കെ. ഇനി എന്താണ് എനർജി ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം, ഈ ഫിഗറിൽ കാണാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വൽ ആറ്റമാണ്, ഒറ്റ ആറ്റമേ ഉള്ളൂ. പക്ഷേ ഏതൊരു മാറ്റർ എടുത്തു കഴിഞ്ഞാലും, ഏതൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും അതിലൊരു ആറ്റമാണ് ഉണ്ടാവും. അതിലെന്തുണ്ടാവും? കോടാനും കോടി എന്തുണ്ടാകും? ആറ്റങ്ങളുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ കോടാനുകോടി ആറ്റങ്ങളിൽ എല്ലാ ആറ്റത്തിനും എന്തുണ്ട്? ആറ്റം എല്ലാം ഒരുപോലെയല്ലേ? എല്ലാം കൂടെ മിക്സ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക? ഈ ആറ്റം, ഈ ഒരു മാറ്ററിനുള്ളിൽ ആറ്റംസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒറ്റ ആറ്റത്തിൻ്റെ കേസിൽ നമുക്കിങ്ങനെ ഒരു ലൈൻ വരച്ചുകൊണ്ട് ഫസ്റ്റ് എനർജി ലെവൽ, സെക്കൻഡ് എനർജി ലെവൽ, തേർഡ് എനർജി ലെവൽ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സിംഗിൾ എനർജി ലെവലിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും? അവിടെ ബാൻഡ് എന്നാണ് പറയുക. ഫസ്റ്റ് ബാൻഡ്, സെക്കൻഡ് ബാൻഡ്, തേർഡ് ബാൻഡ് എന്നൊക്കെ പറയാം. നോക്കാം. ഇൻ എ സിംഗിൾ ഐസൊലേറ്റഡ് ആറ്റം, ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി ലെവൽ, അല്ലെങ്കിൽ എനർജി വാല്യൂ. നമ്മളൊരു സിംഗിൾ ഐസൊലേറ്റഡ് ആറ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ഓരോ ഓർബിറ്റിലെയും ഇതുണ്ടാവും, ഇലക്ട്രോൺസിനൊരു ഫിക്സ്ഡ് എനർജി ഉണ്ടാകും. ദാറ്റ് മീൻസ് ആൻ ഇലക്ട്രോൺ ക്യാൻ പോസസ് ഓൺലി വൺ സ്പെസിഫിക് എനർജി കറസ്പോണ്ടിങ് ടു ഇറ്റ്സ് ഓർബിറ്റ്. സോ നമ്മളിനി ഒരു സോളിഡിലേക്ക് വരികയാണെങ്കിൽ, ഒരു സോളിഡ് മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വെൻ ആറ്റംസ് കം ടുഗദർ ടു ഫോം എ സോളിഡ്, നമ്മൾ ഒരുപാട് ആറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദേ ആർ എന്താണ്? ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും. അതായത് അടുത്തടുത്ത ഒരുപാട് ആറ്റങ്ങൾ ഉണ്ടാവില്ലേ? ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ വിത്ത് നെയ്ബറിങ് ആറ്റംസ്. അപ്പോൾ ഓരോ ആറ്റം എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ആറ്റവുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകും. ദ എനർജി ലെവൽസ് ഓഫ് ഇലക്ട്രോൺസ് ആർ സ്ലൈറ്റ്ലി എന്താകും? ഡിസ്റ്റർബ് ആകും. ഓരോ എനർജി ലെവലും, അതായത് തൊട്ടടുത്തുള്ള ആറ്റം എന്ത് ചെയ്യും? മറ്റൊരു ആറ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ എനർജി ലെവലിൽ നിന്നുണ്ടാകും ഡിസ്റ്റർബ് ആവും. സോ എ സിംഗിൾ എനർജി ലെവൽ സ്പ്ലിറ്റ് ഇൻ ടു മെനി ക്ലോസ്ഡ് സ്പേസ്ഡ് ലെവൽസ്. ദീസ് ക്ലോസ്ലി പാക്ഡ് ലെവൽസ് ടുഗദർ ഫോം ആൻ എനർജി ബാൻഡ്. അതായത് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പം അതിൽ എല്ലാത്തിലും എന്തുണ്ടാകും? ഒരു എനർജി ലെവൽ ഉണ്ടാകും. സോ ഇത് തമ്മിലുള്ള ആറ്റംസ് തമ്മിൽ ഇൻട്രാക്ഷൻ എന്ത് ചെയ്യും? ഈ എനർജി ലെവലിൽ, അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൽ ഫസ്റ്റ് എനർജി ലെവലിൽ തന്നെ ഉണ്ടാകും ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാകും. അങ്ങനെ എല്ലാ ആറ്റങ്ങളുടെയും ഫസ്റ്റ്, അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എനർജി ലെവലിന് പകരം നമ്മൾ എന്താ പറയുക? എനർജി ബാൻഡായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. സിംഗിൾ ആറ്റാണെങ്കിൽ അവിടെ എനർജി ലെവലായിരിക്കും. എന്നാൽ ഒരുപാട് ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തായിട്ട് മാറും? എനർജി ബാൻഡായിട്ട് മാറും. അപ്പോൾ ആ ഫിഗറിൽ, ആ റെഡ് കളർ കാണുന്ന ഫിഗറിൽ ഫസ്റ്റ് ബാൻഡ്, സെക്കൻഡ് ബാൻഡ്, തേർഡ് ബാൻഡ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇതും ശരിക്കും ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അതിൻ്റെ എനർജി ബാൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് താഴെ കാണുന്നുള്ള രീതിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറ്റും. നിങ്ങൾ അവിടെ കണ്ടില്ല, നിങ്ങൾ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഫോർബിഡൻ ബാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റോമിക് സ്പേസിങ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? ആ ഗ്രാഫിൽ ഇതിന് വേരിയേഷനൊക്കെ കണ്ടില്ലേ? നിങ്ങൾ ജസ്റ്റ് നോക്കി മനസ്സിലായില്ലെങ്കിൽ ക്ലാസ്സിൽ വന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി എന്താണ് എനർജി ബാൻഡ് എന്ന് പറഞ്ഞാൽ? എനർജി ബാൻഡ് ഈസ് ദ റേഞ്ച് ഓഫ് എനർജീസ് ദാറ്റ് ഇലക്ട്രോൺസ് ക്യാൻ പ്രോസസ് ഇൻ എ സോളിഡ്. ഒരു സോളിഡിൽ ഇലക്ട്രോൺസ് പ്രോസസ് ചെയ്യുന്ന എനർജി റീജിയനെ നമ്മൾ എന്തെന്ന് പറയുക? എനർജി ബാൻഡ് എന്ന് പറയാം. അപ്പോൾ ഒരു മെറ്റീരിയൽ സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാവും ഒരുപാട് ആറ്റംസ് ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളൊരു സിലിക്കണിൻ്റെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാകും? ഒരുപാട് കോടാനുകോടി സിലിക്കൺ ആറ്റംസ് ഉണ്ടാവും. ഈ സിലിക്കൺ ആറ്റംസിനെല്ലാം അതിൻ്റെ ഫസ്റ്റ് ഓർബിറ്റും സെക്കൻഡ് ഓർബിറ്റും തേർഡ് ഓർബിറ്റും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ മൊത്തത്തിലുള്ള ആ എനർജി റേഞ്ചിനെ നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് ഫസ്റ്റ് ബാൻഡ് എന്ന്. ബാൻഡ് കാരണം എന്താണ്? ഒരുപാട് ആൾക്കാർ കൂടിച്ചേരുന്നത് നമ്മൾ എന്തെന്ന് പറയുക? ബാൻഡ് എന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിംഗിൾ ആറ്റാണെങ്കിൽ എന്താണ്? അത് ഐസൊലേറ്റഡ് ലെവലും, മറ്റേത് ഒരുപാട് ഉണ്ടായിട്ട് എന്തായിട്ട് മാറും? അത് ബാൻഡായിട്ടും മാറും. ഓക്കെ.
ഇനി എങ്ങനെ എനർജി ബാൻഡ് ഫോം ചെയ്യുക? ഇൻ എ സോളിഡ് മില്യൺസ് ഓഫ് ആറ്റംസ് ആർ പ്രസൻറ്റ്. ഒരു സോളിഡിൽ എന്തുണ്ട്? മില്യൺസ് ഓഫ് ആറ്റംസ് ഉണ്ടാകും. ഇലക്ട്രോൺസ് ഇൻ ദ സെയിം ഓർബിറ്റ് ഡു നോട്ട് എക്സ്പീരിയൻസ് എക്സാക്ട്ലി ദ സെയിം സറൗണ്ടിങ്സ്. ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് ഈ തൊട്ടടുത്തുള്ള ആറ്റത്തിന് ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരേ സറൗണ്ടിങ്സ് ആയിട്ട് എന്ത് ചെയ്യില്ല? ഫീല് ചെയ്യൂല. സോ അവരുടെ എനർജിയും എന്തായിട്ട് മാറും? സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ദീസ് ന്യൂമറസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജി ലെവൽസ് കമ്പൈൻ ടു ഫോം എ ബാൻഡ് എനർജീസ്. ഓക്കെ. സോ ഫസ്റ്റ് ഓർബിറ്റ് ഇലക്ട്രോൺസുകളുടെ എനർജി എന്താണ്? ഫസ്റ്റ് എനർജി ബാൻഡായിട്ട് മാറും. സെക്കൻഡ് ഓർബിറ്റ് ഇലക്ട്രോൺസ് എന്തായിട്ട് മാറും? സെക്കൻഡ് എനർജി ബാൻഡായിട്ടും മാറും. അപ്പോൾ ഒരു ആറ്റം ആണെങ്കിൽ നമുക്ക് എനർജി ലെവൽ ചോദിച്ച് പറയാം. ഒരുപാട് ആറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? എനർജി ബാൻഡ് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇനി എന്താണ് എനർജി ബാൻഡുകളുടെ പ്രത്യേകത? വെൻ ഐസൊലേറ്റഡ് ആറ്റംസ് ഫോം എ സോളിഡ് ദെയർ ഡിസ്ക്രീറ്റ് എനർജി ലെവൽ സ്പ്ലിറ്റ് ഇൻ ടു എനർജി ബാൻഡ്സ്. ഒരു സോളിഡിൽ നമ്മൾ ഈ ആറ്റംസ് ഒന്നായിട്ട് ഒരുമിച്ച് ക്ലോസ്ലി പാക്ഡ് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ എനർജി ലെവൽസ് ഇത് സ്പ്ലിറ്റ് ചെയ്യും, എനർജി ബാൻഡുകളായിട്ട് മാറും. എമംഗ് മെനി ബാൻഡ്സ് ദർ ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഇലക്ട്രോണിക്സ്. അവിടെ ഒരുപാട് ബാൻഡുകളുണ്ടെങ്കിലും ഇലക്ട്രോണിക്സിലെ 3 ഇമ്പോർട്ടൻറ്റ് ബാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് വാലൻസ് ബാൻഡ്, രണ്ടാമത്തെ എന്താണ്? കണ്ടക്ഷൻ ബാൻഡ്, മൂന്നാമത്തെ എന്താണ്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, അല്ലെങ്കിൽ നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയും. സോ വെൻ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്, വാലൻസ് ബാൻഡ് ഈസ് ദ എനർജി ബാൻഡ് ഒക്യുപ്പൈഡ് ബൈ ദി വാലൻസ് ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്ത എനർജി റീജിയനെ നമ്മൾ എന്തെന്ന് പറയുക? വാലൻസ് ബാൻഡ് എന്ന് പറയുക. സോ ഇറ്റ് കണ്ടെയ്ൻ ഇലക്ട്രോൺസ് വിത്ത് ദ ഹയസ്റ്റ് എനർജി ഇൻ നോർമൽ ആറ്റം. ഒരു നോർമൽ ആറ്റത്തിൻ്റെ കേസിൽ അതിൽ ഔട്ടർ മോസ്റ്റ് സെല്ലിലാണ് ഇലക്ട്രോൺസിനാണ് എന്താവുക? ഹയസ്റ്റ് എനർജി ഉണ്ടാവുക. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഇലക്ട്രോൺസ് വിത്ത് ദ ഹയസ്റ്റ് എനർജി ഇൻ നോർമൽ ആറ്റം. ഇറ്റ് മേ ബി കംപ്ലീറ്റ്ലി ഫിൽഡ്. ഒന്നുകിൽ വാലൻസ് ബാൻഡ് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. നിങ്ങൾ ഇനേർട്ട് ഗ്യാസിൻ്റെ ഒക്കെ കേസിൽ എന്തായിരിക്കും? വാലൻസ് ബാൻഡ് ഫുള്ളി ഫിൽഡ് ആണ്. പക്ഷേ നിങ്ങൾ മറ്റ് മെറ്റീരിയൽസിൻ്റെ കേസിലൊക്കെ എന്താണത്? പാർഷ്യലി ഫിൽഡാണ്. പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കൂടുതൽ ഇലക്ട്രോൺസിനെ അവിടെ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാലൻസ് ബാൻഡ് ഇലക്ട്രോണാണ് എന്ത് ചെയ്യുക? ഒരു മെറ്റീരിയലിൻ്റെ കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയൊക്കെ നിശ്ചയിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് ദ എനർജി ബാൻഡ് ദാറ്റ് കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ്. എപ്പോഴാണോ ഈ വാലൻസ് ഷെല്ലിൽ നിന്നൊക്കെ ആ ന്യൂക്ലിയസ് ആയിട്ടുള്ള ബന്ധമൊക്കെ ഫ്രീ ആക്കി ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് പറന്ന് നടക്കാൻ തുടങ്ങുന്നത്, ആ സമയത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജിയെ നമ്മൾ എന്തെന്ന് പറയാം? ആ റീജിയൻ ഓഫ് എനർജിയെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയാം. സോ കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറയില്ല. അപ്പോഴും ന്യൂക്ലിയസ് ആയിട്ടൊരു ബന്ധം ഉണ്ടാകും. ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി ഇലക്ട്രിക് കറൻറ്റ്. ഇപ്പോൾ ഒരു സർക്യൂട്ടിലൂടെ ഇലക്ട്രിക് കറൻറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ചാർജിൻ്റെ മൂവ്മെൻറ്റ്സ് വേണം. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ആണ് എന്തുണ്ടാക്കുന്നത്? ഇലക്ട്രിക് കറൻറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ. സോ ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക? കണ്ടക്ടറിൻ്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടാകും. പക്ഷേ ഇൻസുലേറ്ററിൻ്റെ കേസാണെങ്കിലോ കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? എം ടി ആയിരിക്കും. സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എന്താണ്? കണ്ടക്ഷൻ ബാൻഡ് നിയർലി എം ടി ആണ്. പൂർണ്ണമായിട്ട് എം ടി ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും എന്ത് ചെയ്യും? കുറച്ച് ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാകും, കണ്ടക്ഷൻ ബാൻഡിലുണ്ടാകും. സോ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡിൽ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകും. ഇൻസുലേറ്ററിൽ ഉണ്ടാവില്ല, തീരെ ഉണ്ടാവില്ല. സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാവും, വളരെ കുറച്ച് ഉണ്ടാകും. ഇനി എന്താണ് ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഫോർബിഡൻ ഗ്യാപ്പ് ഈസ് ദ എനർജി സെപ്പറേഷൻ ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് ദി കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പിനെ നമ്മൾ എന്തെന്ന് പറയുക? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുക. ഓക്കെ. ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ദ എനർജി സെപ്പറേഷൻ ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് ദി കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മൾ എന്തെന്ന് പറയാം? ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ റീജിയനിൽ എന്തുണ്ടാവില്ല? ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടാവില്ല.
അതായത് ഇവിടെ എന്തില്ല, ഈ ഗ്യാപ്പിൽ പ്രത്യേകിച്ച് എനർജി സ്റ്റേറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസും കാണാൻ പറ്റില്ല. ഇനി ഗ്യാപ്പ് ഉപയോഗിച്ച് നമുക്ക് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാം. സ്മോൾ ഗ്യാപ്പ് ആണെങ്കിൽ അതെന്തായിരിക്കും, അല്ലെങ്കിൽ തീരെ ഗ്യാപ്പ് ഇല്ല എങ്കിൽ നമുക്കതിനെന്തെന്ന് പറയാം, കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഒരു മോഡറേറ്റ് ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ടായിരിക്കും, സെമി കണ്ടക്ടർ ആയിരിക്കും. ലാർജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, അത് ഇൻസുലേറ്ററും ആയിരിക്കും. സോ ടു മൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് എക്സ്റ്റേണൽ എനർജി ഈക്വൽ ടു ദ ബാൻഡ് ഗ്യാപ്പ് എനർജി മസ്റ്റ് സപ്ലൈഡ്. സോ വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ എനർജി ഗ്യാപ്പ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സോളിഡിൻ്റെ ഇലക്ട്രിക് ബിഹേവിയർ നിശ്ചയിക്കുന്നത് ആരൊക്കെയാണ്, ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും പ്ലസ് എന്താണ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പുമാണ്. ഇപ്പോൾ മെറ്റീരിയൽ നമുക്ക് പൊതുവെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്താണ്, ഒന്ന് ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിൽ നിങ്ങൾ നോക്ക്, ഫോർബിഡൻ ബാൻഡ് ഗ്യാപ്പ് എത്രയാണ്, അത്രയും വലുതാണ് അല്ലേ. ഏകദേശം 15 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഗ്യാപ്പ് എന്തുണ്ട്, ഈ ഇൻസുലേറ്ററിൻ്റെ കേഴ്സിലുണ്ട്. സോ ഇൻസുലേറ്ററിൻ്റെ കേഴ്സിൽ വാലൻസ് ബാൻഡ് എന്താണ്, കംപ്ലീറ്റ്ലി ഫുള്ളാണ്. കണ്ടക്ഷൻ ബാൻഡ് എന്താണ്, കംപ്ലീറ്റ്ലി എം ടി ആയിരിക്കും. ഇൻസുലേറ്ററിൻ്റെ കേസിൽ വാലൻസ് ബാൻഡ് എന്താ സംഭവിക്കുക, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡിൽ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി എം ടി ആയിരിക്കും. സോ അതിൻ്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 മുതൽ 15 ഇലക്ട്രോൺ വോൾട്ട് വരെയാണ്. ഇനി ബിക്കോസ് ഓഫ് ദി ബാൻഡ് ഗ്യാപ്പ് ഈസ് വെരി ലാർജ്, ഇലക്ട്രോൺസ് കനോട്ട് ഈസിലി മൂവ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. വെരി ഹൈ എനർജി ഈസ് റിക്വയർഡ് ഫോർ കണ്ടക്ഷൻ. കണ്ടക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, വാലൻസ് ബാൻഡിൽ ഇലക്ട്രോണിൽ എവിടെ എത്തണം, കണ്ടക്ഷൻ ബാൻഡിൽ എത്തണം. അതിനെന്ത് വേണം, ഹൈ എനർജി നമ്മൾ കൊടുക്കണം. ഹെൻസ് കണ്ടക്ടിവിറ്റി ഈസ് പ്രാക്ടിക്കലി 0 അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ പൊതുവേ എന്ത് ചെയ്യില്ല, ഇൻസുലേറ്ററിൽ കണ്ടക്ട് ചെയ്യില്ല. ചെയ്യാത്തതിന് കാരണം എന്താണ്, കണ്ടക്ഷൻ ബാൻഡിൽ എന്തില്ല, ഇലക്ട്രോൺസ് ഇല്ല. ബാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിൽ എത്രയെങ്കിലും എന്ത് കൊടുക്കണം, നമ്മൾ ഹൈ എനർജി കൊടുക്കണം. അത്രയും വലിയ ബാൻഡ് ഗ്യാപ്പാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതാണെന്ത്, അപ്പോൾ നമ്മൾ ഇൻസുലേറ്റർ പറഞ്ഞു. ഓക്കെ, അടുത്തതാണ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, കോപ്പറും അലൂമിനിയവും. സോ അവിടെ നോക്കി, അവിടെ ഗ്യാപ്പില്ല. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും എന്താണ്, ഓവർ ലാപ്ഡ് ആണ് അല്ലേ. വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ് ആർ ഓവർ ലാപ്ഡ്, അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ്സ് എന്താണ്, പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, നമ്മളതിനെ കണ്ടക്ടർ എന്ന് പറയും. ബിക്കോസ് ഓഫ് ഓവർലാപ്പിംഗ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ഓൾറെഡി അവൈലബിൾ. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എന്തുണ്ടാവും, ഓൾറെഡി കണ്ടക്ഷൻ ബാൻഡിൽ ഗ്യാപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകും. ഈവൻ എ സ്മോൾ അപ്ലൈഡ് വോൾട്ടേജ് കോസസ് ദി കറണ്ട് ഫ്ലോ. നമ്മളൊരു ചെറിയൊരു വോൾട്ടേജ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ ഇലക്ട്രോൺ ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഹെൻസ് കണ്ടക്ടേഴ്സ് ഹാവ് വെരി ഹൈ കണ്ടക്ടിവിറ്റി. അതുകൊണ്ട് കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും, വളരെ കൂടുതൽ ആയിരിക്കും. ഇനി എന്താണ് സെമി കണ്ടക്ടർ? സെമി കണ്ടക്ടറിൻ്റെ എക്സാമ്പിളാണ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം ഒക്കെ. അതിൻ്റെ കേസിൽ ഓവർലാപ്പ്ഡും അല്ല, എന്നാൽ ഇൻസുലേറ്ററിൻ്റെ അത്രയും അധികവും കൂടുതലും അല്ല. ഏകദേശം 1 ഇലക്ട്രോൺ വോൾട്ട് എനർജി ബാൻഡ് ഗ്യാപ്പുള്ള മെറ്റീരിയലിനെ നമ്മൾ എന്തെന്ന് പറയുക, സെമി കണ്ടക്ടർ എന്ന് പറയുക. സോ സെമി കണ്ടക്ടറിൻ്റെ കേസിൽ വാലൻസ് ബാൻഡ് എന്തായിരിക്കും, ഓൾമോസ്റ്റ് ഫിൽഡ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും, ഓൾമോസ്റ്റ് അല്ലെങ്കിൽ പാർഷ്യലി എം ടി തന്നെ ആയിരിക്കും. ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ നമുക്ക് വേണമെങ്കിൽ ഓൾമോസ്റ്റ് എം ടി തന്നെ പറയാം, അല്ലെങ്കിൽ 1-2 ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ അവിടെ ഉണ്ടാകാം. പക്ഷേ ഏതായാലും ഇതിൻ്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, 1 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ, പക്ഷേ ഈ എനർജി ബാൻഡ് ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എനർജി കൊടുത്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസിനെ നമുക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രീ ആയി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, അവിടെ ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ വേണം. ഓക്കെ, സോ ഇതിൻ്റെ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻസുലേറ്ററിനും കണ്ടക്ടേഴ്സിനും ഇടയിൽ ആയിരിക്കും. സോ സാധാരണ ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു സെമി കണ്ടക്ടറിൻ്റെ വാലൻസ് ബാൻഡ് എന്താണ്, ഫുള്ളാണ്. കണ്ടക്ഷൻ ബാൻഡ് എന്താണ്, എം ടി ആണ്. അപ്പോൾ എന്ത് ചെയ്യും, പക്ക ഒരു ഇൻസുലേറ്റർ പോലെ ആക്ട് ചെയ്യും വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ ആണെങ്കിൽ. റൂം ടെമ്പറേച്ചറിലാണെങ്കിലോ കുറച്ച് ഇലക്ട്രോൺസ് എവിടെ ഇങ്ങോട്ട് പോകാൻ പറ്റും,
ആ ടെമ്പറേച്ചർ കൊണ്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റും. സോ അവിടെ എന്തുണ്ടാകും, ചെറിയൊരു കണ്ടക്ടിവിറ്റി ഉണ്ടാകും. എന്നാൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാലോ കൂടുതൽ ഇലക്ട്രോൺസ് എവിടെ എത്തും, കണ്ടക്ഷൻ ബാൻഡിലെത്തും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം മെറ്റീരിയൽസിന് നമ്മൾ എന്താ പറയുക, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുക. അതായത് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ നമ്മൾ എന്താ പറയുക, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുക. അതായത് ടെമ്പറേച്ചറും കണ്ടക്ടിവിറ്റിയും തമ്മിൽ എന്താണ്, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെന്നുണ്ടെങ്കിൽ. നിങ്ങൾ ആ ഫൈനൽ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടി നോക്കിയേ, ബാൻഡ് ഗ്യാപ്പ് പിന്നെന്താണ്, കണ്ടക്ടർ ആണെങ്കിൽ 0 ആണ്, സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്താണ്, സ്മോൾ ആണ്, ഇൻസുലേറ്റർ ആണെങ്കിൽ എന്തായിരിക്കും, ലാർജ് ആയിരിക്കും. ഓക്കെ. ഇനി കണ്ടക്ഷൻ ബാൻഡോ, കണ്ടക്ഷൻ ബാൻഡ് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എന്തായിരിക്കും, പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. ഇൻസുലേറ്ററിൻ്റെ കേസിൽ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഓക്കെ നമുക്ക് ഓൾമോസ്റ്റ് എം ടി തന്നെ പറയാം. ഇൻസുലേറ്ററിൽ എന്തായിരിക്കും, ഏത് കണ്ടീഷനിലും ഫുള്ളി എം ടി ആയിരിക്കും. കണ്ടക്ടിവിറ്റി ആണെങ്കിലോ, കണ്ടക്ടേഴ്സിന് എന്തായിരിക്കും, ഹൈ കണ്ടക്ടിവിറ്റി ആയിരിക്കും. സെമി കണ്ടക്ടറിന് എന്താണ്, മോഡറേറ്റ് കണ്ടക്ടിവിറ്റി ആയിരിക്കും. ഇൻസുലേറ്ററിന് എന്താണ്, വെരി ലോ കണ്ടക്ടിവിറ്റി ആയിരിക്കും. ടെമ്പറേച്ചർ എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് കൂടുന്നു. സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക, റെസിസ്റ്റൻസ് കുറയുന്നു. ഇൻസുലേറ്ററിൻ്റെ കേസിലും ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കുറയും. ഓക്കെ. അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടറിന് 3 എക്സാമ്പിൾ പറഞ്ഞു. അതിൽ കാർബൺ, സിലിക്കൺ ആൻഡ് ജെർമേനിയം. സോ പൊതുവേ നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നത് സിലിക്കണും എന്താണ്, ജെർമേനിയവും ആണ്. പക്ഷേ ഇതിൽ ഓരോന്നിനും ഓരോ പ്രാധാന്യമുണ്ട്. പക്ഷേ സിലിക്കൺ ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ സുപ്പീരിയർ എന്ന് പറയുന്നത്, എസ്പെഷ്യലി അറ്റ് ഹയർ ടെമ്പറേച്ചറിൽ. ഹയർ ടെമ്പറേച്ചറിൽ സ്റ്റേബിളായി നിൽക്കുന്ന ആരാണ്, സിലിക്കൺ ആണ്. ഓക്കെ. നമ്മൾ അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 14. ജർമ്മനിയത്തിൻ്റെ എന്താണ്, 32. സോ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 284 സിലിക്കൻ്റെ കേസിൽ. ജർമ്മനി ആണെങ്കിൽ എത്രയാണ് വരിക, 28, 18, 4. അപ്പോൾ വാലൻസ് ഷെല്ല്, സിലിക്കൻ്റെ വാലൻസ് ഷെല്ല് വരിക 4th ഓർബിറ്റ്, 3rd ഓർബിറ്റാണ്. ജർമ്മനിയത്തിന് എത്രയാണ്, 4th ഓർബിറ്റും ആണ്. ഓക്കെ. സോ ഇൻ സിലിക്കൺ വാലൻസ് ഇലക്ട്രോൺ ആർ ഇൻ ദി 3rd ഓർബിറ്റ്. അപ്പോൾ 3rd ഓർബിറ്റ് പറയുമ്പോൾ ന്യൂക്ലിയസ് ആയിട്ട് കുറച്ചും കൂടെ അടുത്തിട്ടായിരിക്കും, ക്ലോസർ ആയിരിക്കും. പക്ഷേ ജർമ്മനി എന്താണ്, അതിൻ്റെ 4th ഓർബിറ്റിലാണ്. വാലൻസ് ഇലക്ട്രോൺ ആർ ഇൻ ദി 4th ഓർബിറ്റ്. ഓക്കെ. സോ ജർമ്മേനിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്തായിരിക്കും, ഹയർ എനർജി ആയിരിക്കും, മോർ ലൂസ്ലി ബൗണ്ടും ആയിരിക്കും. അപ്പോൾ റിക്വയർ ലെസ് എനർജി ടു ബിക്കം ഫ്രീ എഫക്റ്റ്. പക്ഷേ ജർമ്മനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജർമ്മേനിയത്തിന് എന്ത് ചെയ്താൽ മതി, അവസാനത്തെ ഈ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കാൻ കുറച്ച് എനർജി കൊടുത്താൽ മതി, കാരണം 4th ഓർബിറ്റിലല്ലേ. പക്ഷേ ഈ ജർമ്മേനിയം ഹൈ ടെമ്പറേച്ചറിൽ എന്തായിട്ട് മാറും, അത് അൺസ്റ്റേബിളായിട്ട് മാറും. ഓക്കെ. സോ സിലിക്കൺ എന്താണ്, സിലിക്കൺ തെർമലി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ രണ്ടും ഒരുപോലെ ഇലക്ട്രോണിക് ഇതിൽ ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ ഡിവൈസുകളൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്, സിലിക്കൺ ആണ് കേട്ടോ. ഓക്കെ. ഇനി ഈ കാണുന്നതാണ് സിലിക്കണിൻ്റെ ഒരു എനർജി ബാൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെൻട്രലിൽ ന്യൂക്ലിയസ് ഉണ്ട്, അവിടെയും കാണാൻ പറ്റും. E1 എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഓർബിറ്റാണ്. E2 എന്താണ്, സെക്കൻഡ് ഓർബിറ്റാണ്. ദെൻ E3 എന്താണ്, 3rd ഓർബിറ്റാണ്. ഈ 3rd ഓർബിറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് 0.7 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇനി ഈ അവസാനത്തെ വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺസ് അവിടുന്ന് എസ്കേപ്പായി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആയി മാറിക്കഴിഞ്ഞാൽ, അപ്പോൾ അതിനുണ്ടാകുന്ന എനർജി എത്രയാണ്, 1.8 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ. സോ ഇവിടെ വാലൻസ് ബാൻഡിലെ എനർജി എന്ന് പറയുന്നത് 0.7 ഇലക്ട്രോൺ വോൾട്ടും കണ്ടക്ഷൻ ബാൻഡിലെ എനർജി എത്രയാണ്, 1.8 ഇലക്ട്രോൺ വോൾട്ടുമാണ്. അപ്പോൾ ഇതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എത്ര വരിക, 1.8 മൈനസ് എന്താണ്, 0.7, അതായത് 1.1 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട്. സോ അതിൻ്റെ മീനിങ് എന്താ, ആൻ എക്സ്റ്റേണൽ എനർജി ഓഫ് 1.1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് റിക്വയർഡ് ടു മൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി വാലൻസ് ബാൻഡ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. മനസ്സിലായോ? സിലിക്കൻ്റെ വാലൻസ് ബാൻഡിലെ ഒരു ഇലക്ട്രോണിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകണമെങ്കിൽ എത്ര എനർജി വേണം,
1.1 ഇലക്ട്രോൺ എനർജി വേണം. ഓക്കെ, ഇനി ആ എനർജി ഗ്യാപ്പിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. സോ 0.7 നിൽക്കുന്ന ഇലക്ട്രോണിന് കണ്ടക്ഷൻ ബാൻഡിൽ എത്തണമെങ്കിൽ എത്ര വേണം, 1.1 ഇലക്ട്രോൺ വോൾട്ട് എനർജി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, എങ്ങനെയാണ് ആറ്റം, എന്താണ് ബാൻഡ്, എന്താണ് കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, എനർജി ഗ്യാപ്പ്, എന്തുകൊണ്ടാണ് മെറ്റീരിയലിന് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെമി കണ്ടക്ടർ എളുപ്പമായിരിക്കും. ഇത് ഞാൻ PDF ആക്കി തന്നത് കാണാതെ പഠിക്കാനോ അല്ലെങ്കിൽ ആക്കാനോ അല്ല, കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ശരിക്കും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ ഫസ്റ്റും സെക്കൻഡും തേർഡ് ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ഈസി ആയിട്ട് പഠിച്ചെടുക്കുക. വായിച്ച് നോക്കൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.